Hi students, moving on to the balance portion of module 2 of corporate regulation. As I have already discussed a memorandum of association, next important document we need to discuss about is article of association. Articles of association. It contains the rules and regulations relating to the management of its internal affairs. അപ്പോൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാറ്റേഴ്സ് എങ്ങനെയായിരിക്കണം, കമ്പനിയുടെ ഫങ്ഷനിങ് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്ന ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ ജനറൽ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. കമ്പനിക്കകത്ത് കമ്പനിയുടെ ഇൻറ്റേർണൽ അഫയേഴ്സ് എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതിനുള്ള റൂൾസും റെഗുലേഷൻസും എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് വരുന്നത്. അപ്പം ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ സിംപ്ലി ഇൻറ്റേർണൽ അഫയേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സ് എങ്ങനെയാണ്, കമ്പനിയുടെ ഫങ്ഷനിങ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് വരുന്നത്. എക്സാമ്പിൾ, നമ്മൾ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നെങ്കിൽ എങ്ങനെയാണ്, അവരുടെ റെമ്യൂണറേഷൻ എങ്ങനെയായിരിക്കും, എംപ്ലോയീസിൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ്, നമ്മൾ ഏത് അക്കൗണ്ടിങ് സിസ്റ്റം നമ്മുടെ എങ്ങനെയാണ്, ഓഡിറ്റിംഗ് എങ്ങനെയായിരിക്കും നമ്മൾ നടത്തുന്നത്, കമ്പനിയുടെ ബൈബാക്ക് ഓഫ് ഷെയർസ് എങ്ങനെയാണ്, നമ്മൾ എത്ര ഷെയർ ക്യാപിറ്റലാണ് റേസ് ചെയ്യുന്നത്, അതെത്ര വാല്യൂ ആണ് അതിനുള്ളത്, ദെൻ ബൈബാക്ക് ഓഫ് ഷെയർസ് ക്യാൻസൽ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ എങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അതായത് ഇൻറ്റേർണൽ അഫയേഴ്സ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് വരുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഡിഫൈൻസ് ദ റൈറ്റ്സ്, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ മാനേജ്മെൻറ്റ്. മാനേജേഴ്സിൻ്റെ റൈറ്റ്സ് എന്താണ്, പവേഴ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, ഓരോ മാനേജറുടെയും അവകാശം എന്താണ്, അവരുടെ അധികാര പരിധികൾ എന്തൊക്കെയാണ്, അവർ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ്, അവർ ചെയ്തുകൂടാത്തത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നു. ഇറ്റ് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ എനിത്തിങ് വിച്ച് ഈസ് അഗൻസ്റ്റ് ദിസ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. അതായത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സബോർഡിനേറ്റ് ടു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ സബോർഡിനേറ്റ് ഡോക്യുമെൻ്റ് ആണ് എന്ത്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ആൻഡ് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ത് ഡോക്യുമെൻറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എഗൻസ്റ്റ് ദിസ് ഓർ കോൺട്രറി ടു ദ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ കനോട്ട് ഡു എനിത്തിങ്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയുന്നതിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അതിന് കോൺട്രറി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഈസ് നോൺ ആസ് ബൈലോ ഓഫ് എ കമ്പനി ഓർ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. അതായത് കമ്പനിയുടെ ഇൻറ്റേർണൽ അഫയേഴ്സ് ആണ് ഇവിടെ വരുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് വരുന്നത്. ഇൻറ്റേർണൽ മാറ്റേഴ്സിൻ്റെ റെഗുലേഷൻ ആണ് ഇവിടെ വരുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ വരുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ ബൈലോ ഓഫ് കമ്പനി അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. കമ്പനിക്ക് അകത്തുള്ള ലോക്കലി ഉള്ള ഒരു പർട്ടിക്കുലർ കമ്പനിയും അവരവരുടേതായിട്ടുള്ള ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യും. അവരവരുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ഓരോ കമ്പനിയുടെയും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ആ കമ്പനിക്കകത്ത് ഫങ്ഷനിങ് എങ്ങനെ ആയിരിക്കണം, അവരുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സ് എങ്ങനെയായിരിക്കണം എന്നാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അതനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ എംപ്ലോയീസ് ആയിക്കോട്ടെ, ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ആ കമ്പനിക്കകത്ത് വർക്ക് ചെയ്യുന്ന മറ്റു സ്റ്റാഫുകളായിക്കോട്ടെ എല്ലാം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവരവരുടെ ഫങ്ഷനിങ് നടത്തുന്നത് ഇതനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ നമുക്കറിയാം ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്പെസിഫൈ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് സ്പെൽസ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഔട്ട്സൈഡേഴ്സ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡോക്ട്രിൻ ഓഫ് ഔട്ട്ഡോർ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പം കമ്പനിയും ഔട്ട്സൈഡേഴ്സും നമ്മൾ റിലേഷൻ എവിടെ സ്പെസിഫൈ ചെയ്യുന്നു, MOAക്കകത്ത് സ്പെസിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് അതിന് ഡോക്ട്രിൻ ഓഫ് ഔട്ട്ഡോർ മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, വെറസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ഇൻറ്റേർണൽ അഫയേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാറ്റേഴ്സിനെ കുറിച്ച് പറയുന്ന ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. Next, article of association must be printed, divided into paragraph, numbered consecutively and signed by each signatory to the MOA in the presence of at least one attesting witness. അതായത് MOA പോലെ തന്നെ, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിരിക്കണം, സൈൻ ചെയ്തിരിക്കണം, അവരുടെ ഡിക്ലറേഷൻ ഉണ്ടായിരിക്കണം, ആൻഡ് ഒരു വിറ്റ്നസിൻ്റെ സൈനും കൂടെ ഇവിടെ ഉണ്ടായിരിക്കണം.
അപ്പം ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഓൺ ദ ഹോൾ ഇൻറ്റേർണൽ അഫെയർസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാറ്റേഴ്സിൻ്റെ റെഗുലേഷൻ, ഇൻറ്റേർണൽ ഫങ്ഷനിങ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ വരുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് വരുന്നത്. Next, we can move on to the contents in the article of association. First, adoption of preliminary contract. അപ്പോൾ പ്രിലിമിനറി കോൺട്രാക്റ്റ് എന്ന് പറയുമ്പം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ച സമയത്ത് നമ്മൾ കണ്ടായിരുന്നു, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യിക്കുന്നതിന് മുൻപായിട്ട് പ്രൊമോട്ടർ ഔട്ട്സൈഡേഴ്സുമായിട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടീസുമായിട്ട് ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് അഥവാ പ്രിലിമിനറി കോൺട്രാക്റ്റ്. ഓക്കെ, ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ ഇത് കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ കമ്പനി അഡോപ്റ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീഡിങ്സ് എന്താണ്, ഫോർമാലിറ്റീസ് എന്താണ്, എങ്ങനെ ഈ കോൺട്രാക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത് അഡോപ്ഷൻ ഓഫ് പ്രിലിമിനറി കോൺട്രാക്ട്. ഇപ്പോൾ പ്രിലിമിനറി കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിനെ ഇൻകോർപ്പറേഷന് ശേഷം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ വരുന്നത് അഡോപ്ഷൻ ഓഫ് പ്രിലിമിനറി കോൺട്രാക്റ്റിൽ. നെക്സ്റ്റ്, നമ്പർ ആൻഡ് വാല്യൂ ഷെയർസ്. ഷെയർസിന് നമ്മുടെ ഷെയർ ക്യാപിറ്റലിന് നമ്മൾ എത്ര ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ആ ഓരോ ഷെയർസിൻ്റെയും വാല്യൂ എത്രയാണ്. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. അപ്പം അലോട്ട്മെൻറ്റ് സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീഡിങ്സ് എന്താണ്. കോൾ ഓൺ ഷെയർസ്. അപ്പോൾ അലോട്ട്മെൻറ്റിന് ശേഷം നമ്മൾ കോൾ മണി കളക്ട് ചെയ്യുന്നു. ഫസ്റ്റ് കോൾ മണി, സെക്കൻഡ് കോൾ മണി, തേർഡ് കോൾ മണി ഇങ്ങനെ കളക്ട് ചെയ്യുന്നു. അപ്പം ഓരോ കോൾസിൽ നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്രയാണ്, ഓരോ കോൾസ് ഫസ്റ്റ് കോൾ കഴിഞ്ഞ് സെക്കൻഡ് കോളിലേക്കുള്ള ഇൻ്റർവൽ എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത് കോൾ ഓൺ ഷെയർസ്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് മീൻസ് അവരുടെ കമ്പനിയുടെ ഷെയർ മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം ഫോളോ ചെയ്യേണ്ട ഫോർമാലിറ്റീസ് എന്താണ്, അവിടുത്തെ പ്രൊസീഡിങ്സ് എന്താണ്. ഫോർഫീച്ചർ, റീഇഷ്യൂ, സറണ്ടർ ഓഫ് ഷെയർസ്. ഫോർഫീച്ചർ, റീഇഷ്യൂ, സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പം കോൾ മണി കിട്ടാത്ത ഷെയർസ് ഉണ്ടെങ്കിൽ അവർ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഷെയർസ് നമ്മൾ സറണ്ടർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളത് ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഫോർമാലിറ്റീസാണ് അവിടെ ഉള്ളത്. അപ്പം അതായത് കോൾ മണി കിട്ടാത്ത ഷെയർസ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നെങ്കിൽ അവിടുത്തെ ഫോർമാലിറ്റീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമ്മളത് റീഇഷ്യൂ ചെയ്യുന്നു, ഫോർഫീച്ചർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫോർമാലിറ്റി എന്താണെന്നുള്ളതാണ് ഇവിടെ വരുന്നത് ഫോർഫീച്ചർ, റീഇഷ്യൂ ആൻഡ് സറണ്ടർ ഓഫ് ഷെയർസിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ഈസ് ആൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. നമ്മുടെ ഷെയർ ക്യാപിറ്റലിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ, അതായത് കുറച്ചുകൂടെ നമുക്ക് ഷെയർ ക്യാപിറ്റലിൽ നമുക്ക് ക്യാപിറ്റൽ എമൗണ്ട് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് അതിനകത്ത് എന്തെങ്കിലും ഓൾട്രേഷൻസ് വരുത്തുന്നെങ്കിൽ അതാണ് ഇവിടെ വരുന്നത് ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. നെക്സ്റ്റ്, ഷെയർ സർട്ടിഫിക്കറ്റ്. ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നു, എവിടെ പ്രിൻറ്റ് ചെയ്യുന്നു, അതിനകത്തുള്ള സിഗ്നേച്ചേഴ്സ് എത്ര പേരുടെ വേണം, എന്തൊക്കെ കണ്ടൻസ് ആണുള്ളത്, ആദ്യമൊക്കെ പേരുകളാണ് വെക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻറ്റു സ്റ്റോക്ക്. ഷെയർസ് ഇൻറ്റു സ്റ്റോക്ക് എന്ന് പറയുമ്പം ഷെയർസിൻ്റെ ഒരു ഗ്രൂപ്പാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പം എത്ര ഷെയർസ് നമ്മൾ സ്റ്റോക്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. മീറ്റിംഗ്സ് ആൻഡ് പ്രൊസീഡിങ്സ്. മീറ്റിംഗ്സ് ആൻഡ് പ്രൊസീഡിങ്സ്, ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ്സ് എപ്പോഴൊക്കെയാണ്, അതിൻ്റെ അജണ്ടാസ് എന്താണ്, പ്രൊസീഡിങ്സ് എന്താണ്, എപ്പോഴൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് മീറ്റിംഗ്സ് ആൻഡ് പ്രൊസീഡിങ്. മറ്റ് കമ്പനിയുടെ മീറ്റിംഗ്സ് എന്തൊക്കെയാണ്, അവിടെ ഫോളോ ചെയ്യേണ്ട അജണ്ട എന്താണ്, റൂൾസും റെഗുലേഷൻസും എന്താണ് അവിടെയൊക്കെ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് മീറ്റിംഗ്സ് ആൻഡ് പ്രൊസീഡിങ്സിനകത്ത് വരുന്നത്. വോട്ടിംഗ് റൈറ്റ്, പ്രോക്സീസ് ആൻഡ് പോൾസ്. കമ്പനിയുടെ വോട്ടിംഗ് ടൈമിൽ ഉണ്ടായിരിക്കേണ്ട ഫോർമാലിറ്റീസ്. ഇൻ കേസ് ഷെയർ ഹോൾഡർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ പ്രോക്സി വരുന്നെങ്കിൽ, പ്രോക്സി മീൻസ് ഷെയർ ഹോൾഡർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഷെയർ ഹോൾഡർക്ക് പകരം വരുന്ന വ്യക്തിയാണ് പ്രോക്സി എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ വരുന്നെങ്കിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. നെക്സ്റ്റ്, അപ്പോയിൻമെൻറ്റ്, റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ക്വാളിഫിക്കേഷൻ എന്താണ്, അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, സാലറി എന്താണ്. ഓക്കെ. ബോറോയിങ് പവേഴ്സ്. ഡയറക്ടേഴ്സിൻ്റെ ബോറോയിങ് പവേഴ്സ് എത്ര ലിമിറ്റ് വരെ, എത്ര എക്സ്റ്റെൻറ്റ് വരെ ബോറോ ചെയ്യാം. ഡിവിഡൻഡ് ആൻഡ് റിസർവ്. എത്രയാണ് നമ്മൾ റിസർവായിട്ട് കമ്പനി സൂക്ഷിക്കുന്നത്, എത്ര ഡിവിഡൻഡായിട്ട് പേ ഔട്ട് ചെയ്യുന്നു. അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് നമ്മൾ എങ്ങനെയാണ്. നെക്സ്റ്റ്, ഓഡിറ്റ് എന്ന് പറയുമ്പം ഇൻറ്റേർണലി നമ്മളുടെ എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ വെരിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്.
നമ്മുടെ അക്കൗണ്ട്സ് എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ഇപ്പോൾ ഡിപ്രിസിയേഷൻ തന്നെ ഓരോ കമ്പനികളും ഓരോ രീതിയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ചിലർ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ചിലർ റിട്ടേൺ ഡൗൺ മെത്തേഡ് ആയിരിക്കും. അപ്പം അതൊക്കെയാണ് ഇവിടെ വരുന്നത് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി ഓരോന്നും വാല്യൂ ചെയ്യുന്നത് ചിലപ്പം മാർക്കറ്റ് വാല്യൂവിലായിരിക്കും, ചിലപ്പം കോസ്റ്റിൽ, ചിലപ്പം മാർക്കറ്റ് വാല്യൂവിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബുക്ക് വാല്യൂവിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിനകത്ത് വരുന്നത്. പ്രൊസീജിയർ ഓഫ് വൈൻഡിങ് അപ്പ് സമയത്ത് നമ്മുടെ പ്രൊസീജിയർ എങ്ങനെ ആയിരിക്കണം? സീൽ ഓഫ് ദ കമ്പനി, കമ്പനിയുടെ സീല്. കമ്പനിയുടെ സീൽ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ആക്ച്വലി ദ സിഗ്നേച്ചർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്പനിയാണ് കമ്പനിയുടെ സീൽ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് കണ്ടൻസ് ഇൻ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പറയുന്നത്. അപ്പം എന്തൊക്കെയാണ്? കമ്പനിയുടെ പ്രിലിമിനറി കോൺട്രാക്ട്, അതായത് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൽ തുടങ്ങി കമ്പനിയുടെ ഷെയർ, അതിൻ്റെ വാല്യൂ, എത്ര ഷെയർ, അതിൻ്റെ അലോട്ട്മെൻറ്റ്, അതിൻ്റെ കോൾ, ഇൻ കേസ് കോൾ മണി കിട്ടിയില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് റീഇഷ്യൂ ചെയ്യുന്നെങ്കിൽ, നെക്സ്റ്റ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഓൾട്ടറേഷൻസ് വരുത്തുന്നെങ്കിൽ, ഓതറൈസ് ക്യാപിറ്റൽ നമ്മൾ കൂട്ടുന്നെങ്കിൽ അങ്ങനെ അവിടെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷെയർ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? നെക്സ്റ്റ് ഷെയർസ് സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴെങ്ങനെയാണ്? മീറ്റിംഗ്സും പ്രൊസീഡിങ്സും കമ്പനിയുടെ എങ്ങനെയാണ്? വോട്ടിംഗ് റൈറ്റ്സ്, പ്രോക്സീസ് ആൻഡ് പോൾസ്, അപ്പോയിൻമെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, റെമ്യൂണറേഷൻ, കമ്പനി ബോറോയിങ് പവർ എത്രത്തോളം, ഡിവിഡൻഡ് ആൻഡ് റിസർവ്, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, പ്രൊസീജിയർ ഓഫ് വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ എങ്ങനെ, സീൽ ഓഫ് ദ കമ്പനി. നെക്സ്റ്റ്, മോഡൽ ഫോംസ് ഓഫ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അതായത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും അവരവരുടെ കമ്പനികൾക്ക് അവരവരുടേതായ രീതിയിൽ എന്ത് ചെയ്യാം? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെയാണ് ഓരോ കമ്പനികൾക്കും അവരവരുടേതായ രീതിയിൽ അവരുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യാം. പക്ഷേ അവർക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സർട്ടൺ ഫോംസ് ഉണ്ട്. ആ ഫോംസ് എടുത്തിട്ട് അവരവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് അതിനകത്ത് ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഫോംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടേബിൾ എഫ് ആണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ്റെ മോഡൽ ഫോം. സ്റ്റാർട്ട് ചെയ്യുന്ന സീരിയൽ നമ്പർ ടേബിൾ എഫിൽ നിന്നാണ്. ടേബിൾ എഫ് ഇസ് ഫോർ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. അപ്പം കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനിക്കുള്ള ഫോം ഏതാണ്? ടേബിൾ എഫ്. ലിമിറ്റഡ് ബൈ ഷെയർസ് മീൻസ് ഹിയർ ദ ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡർ ഈസ് ലിമിറ്റഡ്. ഇവിടെ ഷെയർ ഹോൾഡറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. എത്രയാണോ അവരുടെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ, അവരുടെ പെയ്ഡപ്പ് ഷെയർ എമൗണ്ട് എത്രയാണോ അത്രയും മാത്രമേ അവർക്ക് എന്തുള്ളൂ? ലയബിലിറ്റി ഉള്ളൂ. ഇപ്പം അൺപെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അൺപെയ്ഡിൻ്റെ അത്രയും മാത്രമേ അവർക്ക് ലയബിലിറ്റി ഉള്ളൂ. ദാറ്റ് ഈസ് ഹിയർ ദ ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡർ ഈസ് ലിമിറ്റഡ്. ഓക്കെ, ലിമിറ്റഡ് ടു ദ അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ഷെയർസ്. അൺപെയ്ഡ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും മാത്രമേ അവർക്ക് അവിടെ ലയബിലിറ്റി ഉള്ളൂ. ടേബിൾ ജി, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ ഗ്യാരണ്ടീഡ് എമൗണ്ടിൻ്റെ അത്രയും മാത്രമേ ലയബിലിറ്റി ഉള്ളൂ. ആൻഡ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ഉള്ളവർക്ക്. ഓക്കെ, ടേബിൾ എച്ച്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണ്, അതായത് ഗ്യാരണ്ടീഡ് എമൗണ്ടിൻ്റെ അത്രയും മാത്രമേ ലയബിലിറ്റി ഉള്ളൂ ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന്. ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഇവിടെ ഇല്ല. ഓക്കെ, വേറെ ഏതോ മറ്റ് സോഴ്സുകളിൽ നിന്ന് ആയിരിക്കും അവരെന്ത് ചെയ്തേക്കുന്നത്? അവരുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്തേക്കുന്നത്. ടേബിൾ ഐ, അൺലിമിറ്റഡ് കമ്പനി ആൻഡ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനിയാണ്. ഓക്കെ, ടേബിൾ ജെ, അൺലിമിറ്റഡ് കമ്പനി ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. അൺലിമിറ്റഡ് കമ്പനിയാണ്, ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് മെമ്പേഴ്സിൻ്റെ. ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ, അതായത് ഷെയർ ക്യാപിറ്റൽ ഷെയറിലൂടെ അല്ലാതെ മറ്റ് സോഴ്സസിലൂടെയാണ് അവരെന്ത് ചെയ്തേക്കുന്നത്? ഫണ്ട് കളക്ട് ചെയ്തേക്കുന്നത്. അപ്പം ടേബിൾ എഫ് ഫോർ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡർ ഈസ് ലിമിറ്റഡ് ടു ദ അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ഷെയർസ്. Table G, company limited by guarantee and having share capital. Here the liability is limited to the amount guaranteed and having share capital. Table H, company limited by guarantee and not having share capital. They have raised fund for their company through any other source. Okay. Table I, unlimited company and having share capital. Unlimited means the liability is unlimited. Members' liability is unlimited. Table J, unlimited company and not having share capital. Alteration of article of association.
Articles may be altered by a company by passing special resolution at general body meeting of shareholders. അപ്പം ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് മാറ്റങ്ങൾ വരുത്താം, ഓൾട്ടറേഷൻസ് മീൻസ് ചേഞ്ചസ് വരുത്താം. സ്പെഷ്യൽ റെസൊല്യൂഷൻ 3/4 ഒരു അപ്രൂവലോടുകൂടി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ 3/4 ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലോടുകൂടി എന്ത് ചെയ്യാം, ഓൾട്ടറേഷൻ എവിടെ വരുത്താം, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത് വരുത്താം. Next, differentiate between Memorandum of Association and Article of Association. Point out difference, Memorandum of Association, Article of Association. First, nature. Memorandum of Association, Charter of the company. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് റൂൾ ബുക്കാണ്, കമ്പനിയുടെ റൂൾ ബുക്കാണ്. കോൺട്രി ടു ദാറ്റ് റൂൾ ബുക്ക് അല്ലെങ്കിൽ ചാർട്ടർ കമ്പനിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. വെറസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഇൻറ്റേർണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കമ്പനിയുടെ ഇൻറ്റേർണൽ റൂൾസും റെഗുലേഷൻസ്, ഇൻറ്റേർണൽ അഫെയർസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കണ്ടൻറ്റ്, ഒബ്ജക്ട്സ് ആൻഡ് പവേഴ്സ് ഓഫ് ദ കമ്പനി. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ഒബ്ജക്റ്റ് എന്താണ്, കമ്പനിയുടെ പവർ എന്താണ്, കമ്പനിയുടെ അധികാര പരിധികൾ എന്തൊക്കെയാണ്, കമ്പനി എന്തൊക്കെ അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കമ്പനിയുടെ ഫോർമേഷൻ്റെ പർപ്പസ് എന്താണ്, കമ്പനിയുടെ വിഷൻ ഗോൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ വരുന്നത്, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് വരുന്നത്. വെറസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ബൈലോസ് ഫോർ ക്യാരിയിങ് ഔട്ട് ദ കമ്പനീസ് ഒബ്ജക്റ്റ്, കമ്പനിയുടെ ഒബ്ജക്റ്റുകൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഫങ്ഷൻ ചെയ്യണം, അതിന് കമ്പനി പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ റൂൾസും റെഗുലേഷൻസും പാലിക്കണം, നമ്മുടെ ഒബ്ജക്റ്റും മിഷനും ഗോളും ഒക്കെ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെയായിരിക്കണം നമ്മുടെ ഫങ്ഷൻ, നമ്മുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സ് എങ്ങനെയായിരിക്കണം സംബന്ധിച്ചിട്ടുള്ള ബൈലോ ആണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. റിലേഷൻസ് ഡിഫൈൻ, റിലേഷൻ ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഔട്ട്സൈഡ് വേൾഡ്, കമ്പനിയും ഔട്ട്സൈഡ് വേൾഡും തമ്മിലുള്ള റിലേഷൻ എവിടെ സ്പെസിഫൈ ചെയ്യുന്നു, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് സ്പെസിഫൈ ചെയ്യുന്നു. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, റിലേഷൻ വിത്ത് കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്, കമ്പനിയും അതിനകത്തുള്ള മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കണം എന്ന് എവിടെ സ്പെസിഫൈ ചെയ്യുന്നു, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത്. അതായത് ഓരോ എംപ്ലോയീസിൻ്റെയും റൈറ്റ് എന്താണ്, അവരുടെ പവേഴ്സ് എന്താണ്, മാനേജേഴ്സിൻ്റെ റൈറ്റ്സ് എന്താണ്, പവേഴ്സ് എന്താണ്, ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് എവിടെ വരുന്നു, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അത് സ്പെസിഫൈ ചെയ്യുന്നു. സ്റ്റാറ്റസ്, സുപ്രീം ഡോക്യുമെൻറ്റ്, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനാണ് സുപ്രീം ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ മെയിൻ ഡോക്യുമെൻറ്റ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ സബോർഡിനേറ്റ് ടു ദ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ സബോർഡിനേറ്റ് ആണ്. ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഈസ് കൺട്രോൾഡ് ബൈ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ത് ഡോക്യുമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയാത്തൊരു കാര്യം അല്ലെങ്കിൽ അതിൽ പറയുന്നതിന് വിരുദ്ധമായിട്ട് ഒന്നും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഉണ്ടാകാൻ പാടില്ല. ഓൾട്രേഷൻ, സ്ട്രിക്റ്റ് റെസ്ട്രിക്ഷൻ, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് റെസ്ട്രിക്ഷൻസ് ആണുള്ളത്, ഒരുപാട് ഫോർമാലിറ്റീസും പ്രൊസീജിങ്സും ഉണ്ട്. വേറസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഓൾട്രേഷൻസ് വരുത്താം. ലീഗൽ ഇഫക്ട്സ്, കനോട്ട് റാറ്റിഫൈ, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ നമുക്ക് ഒരിക്കലും അതിനകത്ത് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കനോട്ട് റാറ്റിഫൈ, നമുക്കത് അപ്രൂവൽ ആക്കി എടുക്കാനായിട്ട് പറ്റത്തില്ല. വേറസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ റാറ്റിഫൈ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞു സ്പെഷ്യൽ റെസൊല്യൂഷനോട് കൂടി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലോട് കൂടി അത് നമുക്ക് എന്ത് ചെയ്തെടുക്കാം, റാറ്റിഫൈ ചെയ്തെടുക്കാം ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്ത്. ഓക്കെ. പക്ഷേ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും എന്താൻ പറ്റത്തില്ല, റാറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. വേറസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷനോടുകൂടി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പെർമിഷനോടുകൂടി നമുക്ക് ലേറ്റർ എന്ത് ചെയ്തെടുക്കാം, അത് അപ്രൂവൽ ആക്കി എടുക്കാം. താങ്ക് യു.